ജസ്റ്റിസ് GR സ്വാമിനാഥൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലെ ജഡ്ജാണ്. അദ്ദേഹമാണ് തിരുപ്പരക്കുൻട്രം മലയിൽ വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കൾക്ക് അനുവാദം കൊടുത്തത്. അദ്ദേഹം അനുവാദം കൊടുക്കുകയും CISFൻ്റെ പ്രൊട്ടക്ഷൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പക്ഷേ മധുരൈ ജില്ലാ കളക്ടർ, പിന്നെ മധുരയിലെ പോലീസ് കമ്മീഷണർ ലോകനാഥൻ, ഇവരൊക്കെ ചേർന്ന് 144 പ്രഖ്യാപിച്ച്, പഴയ 144, ഇപ്പോൾ BNSSൽ വേറൊരു നമ്പറാണ് അതിന്, 144 പ്രഖ്യാപിക്കുകയും വിളക്ക് കൊളുത്താൻ പോയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. CISFനോട് വീട്ടിൽ പോകാനും പറഞ്ഞു. ഇത് കൃത്യമായ കോർട്ടലക്ഷ്യമായിരുന്നു. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ തിരുപ്പരക്കുൻട്രം, അതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അവിടെ സിക്കന്ദർ ഔലിയ എന്ന് പറയുന്ന ആളിൻ്റെ ശവകുടീരം വന്നത്. സിക്കന്ദറിൻ്റെ വേറെ 2 ശവകുടീരങ്ങളും തമിഴ്നാട്ടിലുണ്ട്. എവിടെയാണ് ഈ കക്ഷിയെ കുഴിച്ചിട്ടതെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ആ മല കയ്യേറാനായിട്ട് അവിടെ ഒരു ദർഗ ഉണ്ടാക്കി വെച്ചു. ദർഗയിലേക്ക് പോകുന്ന വഴിക്ക് വേറെ കുറേ ശവങ്ങളടക്കി. ഇങ്ങനെയൊക്കെ അതിൻ്റെ ചരിത്രം 1311 മുതലുള്ള ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു. സ്വാമിനാഥൻ 1915 മുതലുള്ള ഈ ഡിസ്പ്യൂട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം വായിച്ച് നോക്കിയിട്ടാണ് ഹിന്ദുക്കൾക്ക് ഒരു വിളക്ക് കൊളുത്താൻ, അവിടെ ഒരു ദീപസ്തംഭമുണ്ട്, ദീപത്തൂൺ എന്ന് തമിഴിൽ പറയുന്നത്, അവിടെ വിളക്ക് കൊളുത്താൻ, കാർത്തിക ദീപം കൊളുത്താനായിട്ട് അനുവാദം കൊടുത്തു. ആ അനുവാദത്തെയാണ് സ്റ്റാലിൻ്റെ സർക്കാർ പരാജയപ്പെടുത്തിയത്. അത് 1-ാം തരം കോർട്ടലക്ഷ്യമാണ്, 2-ാം തരമല്ല, 1-ാം തരം കോർട്ടലക്ഷ്യമാണ്. പക്ഷേ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു, എന്ത് വന്നാലും ശരി മധുരൈ ബെഞ്ചിൻ്റെ ഉത്തരവ് പാലിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇമ്മീഡിയറ്റ് ആയിരുന്നു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് കോർട്ടലക്ഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കേസാണ്, അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹർജി ഡിസ്മിസ് ചെയ്തു. ഒരു മണിക്കൂറിനകം സ്റ്റാലിൻ സുപ്രീം കോടതിയിലെത്തി. അവിടെയൊക്കെ സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പറക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയിലുണ്ട്. ഇതൊക്കെ തല്ലിക്കൂട്ടി, ഒരു ഹർജി തല്ലിക്കൂട്ടി വേഗം കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കൊടുത്തു. അത് വന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിലാണ്. ഇതിപ്പോൾ കേൾക്കണം എന്ന് പറഞ്ഞു. സൂര്യകാന്ത് പറഞ്ഞു, ഇപ്പോഴൊന്നും കേൾക്കാൻ പറ്റില്ല, ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് രജിസ്ട്രിയിൽ ഫയൽ ചെയ്തോ, അത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ കേൾക്കാം. അല്ല, അതങ്ങനെയല്ല, അത് അർജൻറ്റാണ്, ആകാശം ഇടിഞ്ഞു വീഴും. അദ്ദേഹം പറഞ്ഞു, ഒരാകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഈ ഹർജി കണ്ടാലറിയാം നിങ്ങൾ കണ്ടംപ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി വന്നിരിക്കുകയാണ്. അതുപോലത്തെ ബ്ലാക്ക് മെയിലൊന്നും സുപ്രീം കോടതി വഴങ്ങുന്ന പ്രശ്നമില്ല. ഹർജിയാണ്, അത് രജിസ്ട്രിയിൽ കൊടുത്തോളൂ, അത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ കേൾക്കാം, വിധി പറയാം എന്ന് പറഞ്ഞു. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ സ്വാമിനാഥൻ എടുത്ത കണ്ടംപ്റ്റ് പെറ്റീഷൻ അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒന്നല്ല, വാസ്തവത്തിൽ 2 കണ്ടംപ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ വിളക്ക് കൊളുത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ കൊടുത്ത കോർട്ടലക്ഷ്യ ഹർജി. 2, വേറൊരു വിധി നടപ്പായില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ കൊടുത്ത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, അയാൾ കൊടുത്ത കണ്ടംപ്റ്റ്. ഇതിനിടയ്ക്കാണ് GR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്തത്. പ്രതിപക്ഷ കക്ഷികൾക്ക് ഇംപീച്ച്മെൻറ്റ് പ്രമേയം ജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷമൊന്നുമില്ല. പക്ഷെ കൊടുക്കാൻ തടസ്സമില്ലല്ലോ, അവർ കൊടുത്തു. എന്താ കാര്യം എന്നറിയാമോ? GR സ്വാമിനാഥൻ ബ്രാഹ്മണനാണ്. അയാൾക്ക് നെറ്റിയിൽ ഭസ്മക്കുറിയുണ്ട് എപ്പോഴും. ശരിയാണ്, GR സ്വാമിനാഥൻ്റെ നെറ്റിയിൽ 3 കുറിയുണ്ടാകും ഭസ്മത്തിൻ്റെ. നടുക്ക് ഒരു കുങ്കുമപ്പൊട്ടും ഉണ്ടാകും. ചിലപ്പോൾ കുങ്കുമം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. തമിഴന്മാരുടെ ഒരു സ്റ്റൈലാണല്ലോ അത്. ശിവൻ്റെ നെറ്റിയിലെ പൊട്ടാണ്, സുബ്രഹ്മണ്യൻ്റെ നെറ്റിയിലെ പൊട്ടാണ്.
തമിഴ്നാട്ടിലെ ഏകദേശം എല്ലാ ദൈവങ്ങളുടെയും മൂർത്തികളുടെയും നെറ്റിയിൽ ഈ 3 ഭസ്മക്കുറി ഉണ്ടാകും. നടുക്ക് ചന്ദനമോ കുങ്കുമമോ ഉണ്ടാകും. തമിഴ്നാട്ടിൽ പരമ്പരാഗതമായിട്ട് എല്ലാവരും കുറിയിടുന്നവരാണ്. ഇപ്പോഴും കുറവൊന്നുമല്ല. ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം, എൻ്റെ കൂടെയുള്ളവർ ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒന്ന് മയങ്ങുമല്ലോ, കസേരയിൽ തന്നെ ഇരുന്നൊന്ന് മയങ്ങും. എണീറ്റ് മുഖം കഴുകിയിട്ട് വീണ്ടും കുറിയിടും. രാവിലെ ഇട്ട കുറി മായ്ച്ചു കളയും മുഖം കഴുകുമ്പോൾ. എന്നിട്ട് പുതിയ കുറിയിടും. അത് ഭസ്മം വെള്ളത്തിൽ ചാലിച്ചാണ് ആ കുറി വരയ്ക്കുന്നത്. അപ്പോഴേ അത് പിടിച്ചു നിൽക്കുകയുള്ളൂ അവിടെ. വെറുതെ ഭസ്മമാണെങ്കിൽ അത് അടർന്നടർന്നും പോകും. ഇത് വെള്ളത്തിൽ ചാലിച്ച് പെയിൻറ്റ് പോലെ ആക്കിയിട്ട് 3 വര വരച്ച് നടുക്ക് കണ്ണാടിയൊക്കെ നോക്കി അതൊരു കലയാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് തമിഴന്മാർ. GR സ്വാമിനാഥൻ ബ്രാഹ്മണനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ കണ്ടുപിടിച്ച കുറ്റം ഇദ്ദേഹം ബ്രാഹ്മണനാണ്, ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയും, തിരുപ്പരക്കുன்றൻ ക്ഷേത്രം ബ്രാഹ്മണർ പോയി തൊഴുന്നൊരു ക്ഷേത്രമാണോ? ബ്രാഹ്മണരുടെ കയ്യിലുള്ള ക്ഷേത്രമാണോ? അല്ല, അത് സ്റ്റാലിൻ സർക്കാരിൻ്റെ കയ്യിലുള്ളതാണ്. HRNC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഈ തെമ്മാടികൾ എന്തിനാണ് ഈ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത്? ബ്രാഹ്മണർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ലേ? ബ്രാഹ്മണന് ജഡ്ജി ആയിക്കൂടെ, വക്കീലായിക്കൂടെ? അപ്പോൾ ഇവർ പറഞ്ഞു, ബ്രാഹ്മണൻ പെറ്റീഷൻ കൊടുക്കുന്നു, ബ്രാഹ്മണൻ അനുകൂല വിധി പ്രഖ്യാപിക്കുന്നു, അതുകൊണ്ട് ഈ ബ്രാഹ്മണനെ ഇംപീച്ച് ചെയ്യണം. ചേട്ടാ, ഇതെന്തൊരു പാട്! അതിൻ്റെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഇത് ചർച്ചയായില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനിടയ്ക്ക് ഈ ബ്രാഹ്മണനാണ് ഹിന്ദുവാണെന്നൊക്കെ പറഞ്ഞുള്ള ഈ പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞാൽ LDFും UDFും എക്സ്പോസ്ഡ് ആയി പോകും. ഈ 2 കള്ളന്മാരും ചേർന്നിട്ടാണ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. നമ്മളുടെ ഹൈബി ഈഡൻ, പ്രേമചന്ദ്രൻ, ഇവന്മാരെല്ലാം കൂടെ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെയോ ശബരിമല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൂറ്റിയേ കേറ്റിയേ മണ്ണാങ്കട്ട വന്ന്, ഈ ഇവന്മാർക്ക് നാണമില്ല. ഇവർക്ക് ഇതൊന്നും ഹിന്ദുക്കളോടുള്ള സ്നേഹമല്ല, അയ്യപ്പനോടുള്ള താല്പര്യവുമല്ല, വെറും വോട്ട് തട്ടാനുള്ള. ഒരാൾ സ്വർണം തട്ടുന്നു, മറ്റേ ആൾ അതിൻ്റെ പേരിൽ വോട്ട് തട്ടുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഒരാൾ സ്വർണം, മറ്റേ ആൾ അധികാരം. സ്വർണം കട്ടവനെ ചൂണ്ടിക്കാണിച്ചിട്ട് അധികാരം തട്ടിയെടുക്കുക. ഇതാണ് UDF ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് ഭയന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത് കാണിക്കുന്നില്ല. ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനായിട്ട് ലോക്സഭയിൽ പ്രമേയം വന്നു കഴിഞ്ഞാൽ അത് ചർച്ചയാവേണ്ടതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമാകുമ്പോൾ? ഇല്ല. അതേസമയം TVKയുടെ റാലി കാണിക്കും. ഏതാ, ജോസഫ് വിജയ് എന്ന് പറഞ്ഞൊരു സിനിമാ നടനുണ്ടല്ലോ, അയാളുടെ തമിഴ് വെട്രി കഴകം, അവർ ട്രിച്ചിയിലോ എങ്ങാണ്ട് അയാൾ യോഗം നടത്തി കുറേ പേര് 10-30 പേര് ചവിട്ടുകൊണ്ട് ചത്തു. ഇപ്പോൾ അയാളെ വേറെ എവിടെയോ കെട്ടിയെടുത്ത് ഈറോഡ് സേലമോ എങ്ങാണ്ട് റാലി കാണിക്കുന്നു. അയാളുടെ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത പ്രസംഗം കാണിക്കുന്നു. എന്തൊരു കഷ്ടം! അതേസമയം സ്വാമിനാഥൻ്റെ ഇംപീച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. ഏതായാലും ഇംപീച്ച്മെൻ്റ് അവിടെ കിടന്നു സ്പീക്കറുടെ കയ്യിൽ. തമിഴ്നാട് മൊത്തം ഇളകി, ഭാരതം മൊത്തം ഇളകി. കേരളം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. 58 റിട്ടയർഡ് ജഡ്ജിമാർ, അതിൽ കേരളത്തിലെ ആൾക്കാരുമുണ്ട്. റിട്ടയർഡ് ജഡ്ജിമാർ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും 58 പേര് സ്പീക്കർക്ക് കത്തയച്ചു. സാർ, ഈ പോക്കൃത്തരമാണ് ഈ ഇംപീച്ച്മെൻറ്റ്, ഇത് ശരിയല്ല, ഈ മനുഷ്യൻ നല്ല ജഡ്ജാണ്. അത് കഴിഞ്ഞപ്പോൾ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വക്കീലന്മാർക്ക് സഹിച്ചില്ല. തമിഴ്നാട് മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള വക്കീലന്മാർ, മോർ ദാൻ 500 കൂടുതൽ വക്കീലന്മാർ ഒപ്പിട്ട നിവേദനം സ്പീക്കർക്ക് പോയി. ഇതിനൊന്നും നിയമസാധുതയൊന്നുമില്ല കേട്ടോ. പക്ഷേ സീ ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദാറ്റ്. ഈ വക്കീലന്മാർ പറഞ്ഞു, 8 കൊല്ലമായി ഈ മനുഷ്യൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലിരിക്കുന്നു. 8 കൊല്ലത്തിനിടയ്ക്ക് 1,4 ലക്ഷം ജഡ്ജ്മെൻറ്റ്സ് ഇദ്ദേഹം എഴുതി. അതായത് 8 വർഷം കൊണ്ട് 1,4 ലക്ഷം കേസുകൾ തീർപ്പാക്കി.
അതിൽ 73,000-ഓളം കേസുകൾ മേജർ കേസുകളാണ്. ഭരണഘടനാ പ്രശ്നമുള്ളത്, പരിസ്ഥിതി പ്രശ്നമുള്ളത്, ഇതുപോലെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് കേസുകളാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ജനങ്ങളുടെ താല്പര്യം ഒന്ന്, പരിസ്ഥിതിയുടെ താല്പര്യം വേറൊന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ താല്പര്യം ഒന്ന്, സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ വേറൊന്ന്. ഇതൊക്കെ വെച്ചുള്ള വാദങ്ങൾ നടക്കും വലിയ വലിയ കൊമ്പൻ വക്കീലന്മാരുടെ. ഇങ്ങനെയുള്ള 73,000 ചില്ലുവാനും കേസുകൾ. ബാക്കി ചെറിയ ചെറിയ കേസുകൾ, അതായത് ജാമ്യം കൊടുക്കുക, ജാമ്യം നിഷേധിക്കുക, FIR ക്വാഷ് ചെയ്യുക, ഒരു വീട് പൊളിക്കാൻ പോകുന്നു അതിനൊരു സ്റ്റേ ഓർഡർ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ. എന്തുമായിക്കോട്ടെ, ഓൺ ആൻ ആവറേജ് 15,000 കേസുകൾ ആ മനുഷ്യൻ ഒരു വർഷം തീർത്തുകൊണ്ടിരുന്നു. ഏത് ജഡ്ജി ചെയ്യും ഇന്ത്യയിൽ? ഇങ്ങനത്തെ 100 ജഡ്ജിമാരുണ്ടെങ്കിൽ നമ്മുടെ പെൻഡിങ് കേസുകൾ ഒരു 2-3 വർഷം കൊണ്ട് തീരും. ഹൈക്കോടതിയിലെ, സുപ്രീം കോടതിയിൽ ഇതുപോലെയുള്ള ജഡ്ജിമാരുണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് സുപ്രീം കോടതിയുടെ പെൻഡിങ് കേസുകൾ തീരും. ഇതൊക്കെ വെറുതെ ഇട്ട് നിരക്കിക്കൊണ്ടിരിക്കുകയല്ലേന്ന്, ചുമ്മാ നിരക്കുകയാണ്. ഒന്നുകിൽ വക്കീൽ അഡ്ജേൺമെൻറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ജഡ്ജി സ്വമേധയാ അഡ്ജേൺമെൻറ്റ് കൊടുക്കും. ജഡ്ജി ചുമ്മാ ഇത് വായിച്ച് നോക്കിയിട്ട് പോസ്റ്റ് ആഫ്റ്റർ 2 വീക്സ്. എന്തിന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരിക്കൽ നിയമമന്ത്രിയുടെ അടുത്ത് ഈ എറണാകുളത്ത് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ മനഃപൂർവ്വം പേര് പറയാത്തതാണ്, വെറുതെ അതൊരു വിവാദമാണെന്ന് വിചാരിച്ച്. ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്. ഞാൻ ബോൾഡായിട്ട് പറഞ്ഞു, സാർ, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഈ അഡ്ജേൺമെൻറ്റ് മാറ്റിവയ്ക്കൽ പരിപാടി അവസാനിക്കണം. താരിഖ് പേ താരിഖ് എന്നുള്ള ഈ കലാപരിപാടി അവസാനിപ്പിക്കണം. 3 തവണ അഡ്ജേൺമെൻറ്റ് കൊടുക്കും, 3-ൽ കൂടുതൽ കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ അയാൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്നു, അടുത്ത തവണ വേറെ എന്തെങ്കിലും കുഴപ്പം വന്നു, 3-ാമത്തെ തവണ ശരി അതും എന്തെങ്കിലും സംഭവിച്ചു, 4-ാം തവണ കൊടുക്കരുത്. 3 തവണ കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഫൈനൽ, ഇനിയുള്ള ഡേറ്റിന് ഈ കേസ് കേൾക്കും, നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന് തീർപ്പുണ്ടാകും എന്ന് പറയണം. എങ്കിലേ നമ്മളുടെ പെൻഡിങ് തീരുള്ളൂ. മന്ത്രി ഒന്നും മിണ്ടിയില്ല കേട്ടോ. മന്ത്രി ഒരു ചിരി മാത്രം ചിരിച്ചു, കാറിൽ കയറിപ്പോയി. കാരണം മന്ത്രിക്കറിയാം ഇത് നടക്കില്ല. എങ്ങനെ ഇത് ജഡ്ജിമാർ വിചാരിച്ചാലേ ഇത് നടക്കുകയുള്ളൂ, പക്ഷെ അവർ വിചാരിക്കില്ല. വക്കീലന്മാർക്കാണെങ്കിലോ നാട്ടിലെ കേസ് മുഴുവൻ പിടിക്കും, പിന്നെ ഇയാൾക്ക് കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് ഓടാനേ സമയമുള്ളൂ. ഏതെങ്കിലും ഒരു കേസ് അറ്റൻഡ് ചെയ്യും, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ സകല ബെഞ്ചിലും അഡ്ജേൺ ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ നടുക്കാണ് ഈ GR സ്വാമിനാഥൻ ഒരു വർഷം 15,000 കേസുകൾ ശരാശരി തീർത്തുകൊണ്ടിരുന്നത്. ആ സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെൻറ്റ് മോഷൻ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ ആ മനുഷ്യന് അവാർഡ് കൊടുക്കും. ഒടുവിൽ ഇംപീച്ച്മെൻറ്റ് മോഷൻ അവിടെ കിടന്നു, സുപ്രീം കോടതിയിലെ അപ്പീലും അവിടെ കിടന്നു. ആർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വാമിനാഥൻ കണ്ടംപ്റ്റ് കേസുമായിട്ട് മുന്നോട്ട് പോയി. സ്വാമിനാഥൻ്റെ മുമ്പിൽ 2 കണ്ടംപ്റ്റ് കേസുകളാണ്. ഈ കഴിഞ്ഞ ദിവസം 17-ാം തീയതി ഡിസംബർ 17-ന് അദ്ദേഹം കണ്ടംപ്റ്റ് കേസ് എടുത്തിട്ട് അതിലൊരു ഇൻട്രീം ഓർഡർ പാസ്സാക്കി. അതിൽ ഒന്ന് രാമ രവികുമാർ പെറ്റീഷണർ, അതാണ് ഈ വിളക്ക് കൊളുത്തിയ ആൾ. വേറൊരാൾ വിൽസൺ. വിൽസൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? വിൽസൻ്റെ കുടുംബസ്വത്തുണ്ട്. വിൽസൺ ക്രിസ്ത്യാനിയാണ്. വിൽസൻ്റെ കുടുംബസ്വത്ത് പ്രോപ്പർട്ടി, അതിൽ വിൽസൻ്റെ ചേട്ടൻ ഒരു പള്ളി പണിയുന്നു, മറ്റ് ബന്ധുക്കളോട് ആലോചിക്കാതെ. വിൽസൺ ഓടി ഹൈക്കോടതിയിൽ വന്നു. എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ കോമൺ പ്രോപ്പർട്ടിയിൽ പള്ളി പണിയുന്നു. പള്ളി പണിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നാട്ടുകാരുടെയായി, പിന്നെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഇത് തടയണം. സ്വാമിനാഥൻ്റെ ബെഞ്ചിലാണ് വന്നത്. സ്വാമിനാഥൻ റെക്കോർഡൊക്കെ നോക്കി, റെക്കോർഡ് നോക്കിയിട്ട് സ്വാമിനാഥൻ അതിനൊരു ഇഞ്ചങ്ഷൻ കൊടുത്തു, ഒരു സ്റ്റേ ഓർഡർ. പള്ളിപ്പണി നിർത്തിവയ്ക്ക്, ഇത് ഡിസ്പ്യൂട്ടഡാണ്, സിവിൽ ഡിസ്പ്യൂട്ടുണ്ട് ഇതിൽ. സ്റ്റാലിൻ പള്ളിപ്പണി നിർത്തിയില്ല, അത് തുടർന്നുകൊണ്ടിരുന്നു. തഹസിൽദാർ പറയുന്നു അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാകും, ഞങ്ങൾ പണി നിർത്തിവയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾ കൂടിയിട്ട് വൻ ബഹളമാകും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിധി നടപ്പാക്കാൻ പറ്റില്ല.
അപ്പോൾ തിരുപ്പറക്കുன்றത്തിലോ അവിടെയും ബഹളമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസായിട്ട് 144 പ്രഖ്യാപിച്ചു, വിളക്ക് കൊളുത്താൻ സമ്മതിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ തിരുപ്പറക്കുன்றത്ത് ഹിന്ദുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പള്ളി പണിയുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ക്രിസ്ത്യാനിയെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചർച്ചിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സ്റ്റാലിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ശരി, ഹിന്ദു എന്ന് പറയുന്ന ജന്തുവിനെ തമിഴ്നാട്ടിൽ നിന്ന് തുരത്തിയേ സ്റ്റാലിൻ അടങ്ങുകയുള്ളൂ. അതേസമയം ഈ അമ്പലങ്ങളിലെല്ലാം സ്വർണവും കാശും കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഹിന്ദുക്കളെ അയാൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ശബരിമലയിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ നിലപാട് അങ്ങനെയല്ലേ? എടാ, കാശും സ്വർണവും കൊണ്ടുവന്നിടുക, ബാക്കി നീ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ജയകുമാർ വന്നപ്പോൾ എന്ത് ചെയ്തു? കേരള സ്റ്റൈൽ സദ്യയും കൂടെ കൊടുക്കാം, 1.5 ദിവസം. പപ്പടം, പഴം, പായസം. ഇവൻ്റെ പപ്പടവും പഴവും തിന്നാനല്ലേ മനുഷ്യൻ? എടാ, പള്ളിക്കെട്ട് പണിയിട്ട് കല്ലും മുള്ളും ചവിട്ടി വരുന്നവർക്ക് ഇവൻ്റെ പപ്പടവും പഴവും കിട്ടുന്നതാണോ വലിയ കാര്യം? അതൊന്നും വലിയ കാര്യം. ഇത് മയക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരത്തെ ശാപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദു മയങ്ങിപ്പോകും എന്ന് അവർ ധരിച്ചിരിക്കുന്നു. പലപ്പോഴും ഹിന്ദുക്കളും അതിന് ഉത്തരവാദികളാണ്. ഞാനും ഹിന്ദുവാണല്ലേ, എൻ്റെ കൺമുമ്പിൽ ഇതൊക്കെ നടക്കുന്നത് എനിക്കറിയാം. ഒരു നേരത്തെ സദ്യ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാകും, വളരെ പെട്ടെന്ന് കീഴടങ്ങും, വളരെ പെട്ടെന്ന് ഒത്തുതീർപ്പിലെത്തും. ഇതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം. ഏതായാലും സ്വാമിനാഥൻ്റെ കണ്ടംപ്റ്റ് പെറ്റീഷൻ 7 പേജുള്ള കണ്ടംപ്റ്റ് പെറ്റീഷനാണ്. അത് ഫൈനലൈസ് ആയിട്ടില്ല. സ്വാമിനാഥൻ കോമൺ ഓർഡർ ഇറക്കി, 2 കണ്ടംപ്റ്റും ചേർത്തിട്ട് കോമൺ ഓർഡർ എന്ന് തന്നെ എഴുതി. The Chief Secretary, State of Tamil Nadu, as well as the Additional Director General of Police, Law and Order, State of Tamil Nadu, appeared before this court through video conferencing. Chief Secretary വന്നു, Additional Director General of Police, Law and Order, ഈ 2 പേരും വീഡിയോ കോൺഫറൻസിൽ വന്നു. The Chief Secretary was called upon to clarify as to whether the district collectors of Madurai and Dindigul, മധുരയിൽ തിരുപ്പറക്കുൻട്രം, ദിണ്ടിഗലിലാണ് പള്ളിയുടെ പ്രശ്നം, പാസ്ഡ് പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് എൻറ്റയർലി ഓൺ ദെയർ ഓൺ ഓർ ഓൺ ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് ചോദ്യം. ജില്ലാ കളക്ടർമാർ, ദിണ്ടിഗലിലെയും മധുരയിലെയും ജില്ലാ കളക്ടർമാർ ഈ പറഞ്ഞ 144 അഥവാ ഇപ്പോഴത്തെ സെക്ഷൻ 163 അനുസരിച്ച് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് അവർ സ്വമേധയാ ചെയ്തതാണോ അതോ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണോ? അറ്റൻഷൻ ഓഫ് ദ ചീഫ് സെക്രട്ടറി വാസ് ഡ്രോൺ ടു യെറ്റ് അനദർ ഇൻസ്റ്റൻസ്. അത് ദിണ്ടിഗലിലെ. ഇൻ ദ സെറ്റ് കേസ് ഓൾസോ, സൈറ്റിംഗ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, ദ റവന്യൂ അതോറിറ്റീസ് ഫെയിൽ ടു പ്രൊസീഡ് അഗൻസ്റ്റ് ആൻ ഇല്ലീഗൽ ചർച്ച് കൺസ്ട്രക്ഷൻ ഇൻ അലമറത്തുപ്പട്ടി വില്ലേജ്, ആത്തൂർ താലൂക്ക്, ദിണ്ടിഗൽ district. One Wilson had filed the said writ petition against his brother, alleging that in an undivided family property a church is being constructed. ഞാൻ നേരത്തെ പറഞ്ഞ കഥ. അൺഡിവൈഡഡ് പ്രോപ്പർട്ടിയിൽ ചേട്ടൻ ഒരു പള്ളി അങ്ങ് പണിയുകയാണ്. അനിയൻ വിൽസൺ ഓടി ഹൈക്കോടതിയിൽ വന്നു. ആ പള്ളി പണി നിർത്തിവെക്കുക, പൊളിക്കാനൊന്നുമല്ല, പണി നിർത്തിവെക്കുക, ഡിസ്പ്യൂട്ട് തീരുന്നവരെ. സാധ്യമല്ല എന്ന് തഹസിൽദാർ. വിൽസൺ കണ്ടംപ്റ്റ് പെറ്റീഷനുമായിട്ട് കോർട്ടിലക്ഷ്യ പരാതിയുമായിട്ട് വന്നു. ബട്ട് ദ തഹസിൽദാർ ആത്തൂർ ഹാസ് സബ്മിറ്റഡ് എ റിപ്പോർട്ട് ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഇഞ്ചങ്ഷൻ ഓർഡർ ഈസ് മീറ്റിംഗ് വിത്ത് റെസിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദെയർഫോർ ബിക്കോസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ദേ ആർ അണേബിൾ ടു എൻഫോഴ്സ് ദ കോർട്ട് ഓർഡർ. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് കോടതി വിധി നടപ്പാക്കാൻ പറ്റില്ല. അഡ്മിറ്റഡ്ലി ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചർച്ച് ഈസ് ഇല്ലീഗൽ. ഇല്ലീഗലായിട്ടാണ് ചർച്ച് അവിടെ കെട്ടിപ്പോക്കുന്നത്. ദ അതോറിറ്റീസ് ഓൺ ദെയർ ഓൺ ഷുഡ് ഹാവ് ടേക്കൺ ആക്ഷൻ. ഈ അധികാരികൾ സ്വമേധയാ അത് നിർത്തിവെപ്പിക്കേണ്ടതാണ്. ദേ ഡിഡ് നോട്ട് ഡൂ സോ. അവർ ചെയ്തില്ല. ദാറ്റ് ഈസ് വൈ ദ അഗ്രീവ്ഡ് ബ്രദർ ഹാഡ് ടു അപ്രോച്ച് ദിസ് കോർട്ട്. അതാണ് വിൽസൺ ഈ കോടതിയെ അപ്രോച്ച് ചെയ്യാൻ കാര്യം. ഇൻജങ്ഷൻ വാസ് ഗ്രാൻറ്റഡ് ബൈ മീ ബട്ട് ദ കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ടു പ്രൊസീഡ്. ഞാൻ ഇൻജങ്ഷൻ കൊടുത്തിട്ടും സ്റ്റേ ഓർഡർ കൊടുത്തിട്ടും കൺസ്ട്രക്ഷൻ അവിടെ നടന്നു. ദ പ്ലേസ് ഈസ് ബീയിങ് യൂസ് ഫോർ കോൺഗ്രിഗേഷൻ വർഷിപ്പ്. ഇപ്പോൾ അവിടെ ആൾ കൂടിയിട്ട് കൂട്ടപ്രാർത്ഥന നടക്കുന്നു. ദാറ്റ് ഈസ് വൈ ഐ ഡയറക്റ്റഡ് ദ ലോക്കൽ അതോറിറ്റീസ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഉടനെ ആക്ഷൻ എടുക്കാൻ ഞാൻ പറഞ്ഞു.
but the authorities appear to be afraid to even touch the building. ആ പള്ളി ബിൽഡിങ്ങിൽ തൊടാൻ അധികാരികൾക്ക് പേടിയാണ്. One has to draw an adverse conclusion as to why the authorities are hesitant. Law and order appears to be a convenient fig leaf. Law and order ചെറിയൊരു മറയാണ്. ഇതിന് പുറകിൽ വേറെ താല്പര്യങ്ങളുണ്ട് എന്ന് കോടതി ന്യായമായും സംശയിക്കുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കണം. 8 വർഷം കൊണ്ട് 1.25 ലക്ഷം ജഡ്ജ്മെൻ്റ് എഴുതിയ ജസ്റ്റിസ് GR സ്വാമിനാഥൻ്റെ അടുത്ത സെൻറ്റൻസ് ചെറിയ സെൻറ്റൻസാണ്. ഐ ആം ടയേർഡ്. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ പരിക്ഷീണനാണ്, ഫുൾ സ്റ്റോപ്പ്. ഇതാണ് ആത്മാർത്ഥതയുള്ള ഒരു ജഡ്ജിക്ക് അവസാനം ഈ കണ്ടംപ്റ്റ് കേസിൽ എഴുതേണ്ടി വന്നത്. ഐ ആം ടയേർഡ്, എനിക്ക് മതിയായി, ഞാൻ ക്ഷീണിച്ചു. ഇൻ ഹൗ മെനി കേസസ് ആം ഐ ടു ഹോൾ അപ്പ് ദ ഓഫീസേഴ്സ് കൺസേൺ ഫോർ കണ്ടംപ്റ്റ്? ഈ കോർട്ടലക്ഷ്യത്തിൻ്റെ പേര് പറഞ്ഞ് എത്ര അതോറിറ്റീസിനെ എത്ര തവണ ഞാൻ കോടതിയിൽ വിളിപ്പിക്കണം? ഈവൻ ടുഡേ, ഇന്നും the chief secretary, who was reading out from a prepared text, stated that even though they have high regard for the judiciary, they have to take into account law and order issues while implementing court's orders. ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസിൽ വന്നിട്ട് ജഡ്ജിയുടെ മുഖത്ത് നോക്കുന്നില്ല, എഴുതിക്കൊണ്ടുവന്ന ഒരു പ്രസ്താവന വായിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. എന്നിട്ട് പറയുന്നു, കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷേ കോടതി വിധി ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല. സ്വാമിനാഥൻ പറഞ്ഞു, ദിസ് ഈസ് അൺഅക്സെപ്റ്റബിൾ. വെൻ എ കോർട്ട് ഹാസ് ഇഷ്യൂഡ് ആൻ ഓർഡർ, unless it has been stayed or set aside by a higher forum, it has to be obeyed. ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതിക്ക് മുകളിലുള്ള ഏതെങ്കിലും അതോറിറ്റി സ്റ്റേ ചെയ്തില്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ളതാണ്. ഓഫ് കോഴ്സ് ദെയർ കുഡ് ബി കേസസ് വേർ എ ജുഡീഷ്യൽ ഓർഡർ കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ്. ഐ ക്യാൻ കൺസീവ് ഓഫ് സച്ച് സിറ്റുവേഷൻസ്. GR സ്വാമിനാഥൻ പറയുന്നു, കോടതി വിധി ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാറില്ല, അതെനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബിൽഡിംഗ് അത് പൊളിക്കരുത്, അത് പ്രൊട്ടക്റ്റ് ചെയ്തോളൂ, അതിൻ്റെ ഡിസ്പ്യൂട്ട് നോക്കിയിട്ട് വിധി വന്നിട്ട് നമുക്കത് പൊളിക്കാം എന്ന് കോടതി ഉത്തരവിടുന്നു. സ്വാമിനാഥനല്ല, ഏത് ജഡ്ജാണെങ്കിൽ. ബട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ കാറ്റും മഴയും വരുന്നു, പഴയ ബിൽഡിങ്ങാണ്, ഈ ബിൽഡിങ് തകർന്നു വീഴുന്നു. എന്ത് ചെയ്യും? കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് കണ്ടംപ്റ്റ് എടുക്കുമോ? ഇല്ല. ഇപ്പം ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കോടതി വിധി നടപ്പാകാതെ വരും. അത് സ്വാമിനാഥൻ പറയുന്നു, അതെനിക്ക് മനസ്സിലാകും. ബട്ട് ലോ ആൻഡ് ഓർഡർ കനോട്ട് ബി എ ഗ്രൗണ്ട് ഫോർ ഫ്ലൗട്ടിംഗ് എ കോർട്ട്സ് ഓർഡർ. ക്രമസമാധാനം എന്ന് പറയുന്നത് കോടതി വിധി നടപ്പാക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് അല്ല. മാറ്റിവെക്കാൻ, സാർ അവിടെ വലിയ ബഹളമൊക്കെയാണ്, ഒരു 15 ദിവസത്തെ സമയം തരണം, അവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കട്ടെ എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷൻ വാങ്ങാം വിധി നടപ്പാക്കുന്നതിന്. അല്ലാതെ സാർ ലോ ആൻഡ് ഓർഡറാണ്, അതുകൊണ്ട് ഈ വിധി നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട് നീളെ അരാജകത്വമല്ലേ അത്? ദാറ്റ് വുഡ് ബി ഇൻഎക്സ്ക്യൂസബിൾ. ദാറ്റ് വുഡ് എമൗണ്ട് ടു ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം തകർന്നതിൻ്റെ ലക്ഷണമാണ്. ദാറ്റ് വുഡ് ലീഡ് ടു പാരാലിസിസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി. ഭരണഘടനാ യന്ത്രത്തിൻ്റെ സ്തംഭനമാണ് അത് കാണിക്കുന്നത്. ദ കേസ് സ്റ്റാൻഡ്സ് അഡ്ജേൺ ടു 9/1/26 at 4 PM. ജാനുവരി 9 4 മണിക്ക് ഈ കേസ് പോസ്റ്റ് ചെയ്യുന്നു. ഐ എക്സ്പെക്ട് ദ ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാടു ടു ടേക്ക് എ റെസ്പോൺസിബിൾ സ്റ്റാൻഡ് ഈവൻ വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ പോസ്റ്റ് അറ്റ് ദ ഔട്ട്സെറ്റ്. ഈ ചോദ്യങ്ങൾക്ക്, ഞാൻ ഈ ഓർഡറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി അന്ന് വന്ന് മറുപടി പറയണം. എഴുതിക്കൊണ്ടുവന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് കോടതിയിൽ പെർമിറ്റഡ് അല്ല. ദ കണ്ടംനേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ പേഴ്സൺ. ഈ കോർട്ടലക്ഷ്യക്കാർ എല്ലാം കോടതിയിലുണ്ട്. ദെയർ ഫർദർ അപ്പിയറൻസ് ഈസ് നോട്ട് ഡിസ്പെൻസ് വിത്ത്. അടുത്ത അവധിക്ക് വരില്ല എന്ന് വിചാരിക്കരുത്, അടുത്ത അവധിക്കും നിങ്ങളുണ്ടാവണം, അതായത് 9-ാം തീയതി.
ഇതാണ് GR സ്വാമിനാഥൻ്റെ ഓർഡർ. നോക്കൂ, ഈ മനുഷ്യനെ ക്രൂശിക്കാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട് ഇന്ത്യൻ പ്രതിപക്ഷം മൊത്തം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്റ്റാലിൻ്റെ ഒരേ ഒരു അജണ്ട ഇപ്പോൾ GR സ്വാമിനാഥനെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തിയടിക്കുക. ബട്ട് GR സ്വാമിനാഥൻ ഈസ് എ ഡിഫറൻറ്റ് സ്റ്റഫ്. അതൊരു ആൺകുട്ടിയാണ്, അതൊരു ഒന്നൊന്നര ജഡ്ജാണ്, ഒറ്റയ്ക്കാണ്, നെഞ്ചും വിരിച്ച് നിൽപ്പാണ്. നെറ്റിയിൽ 3 ഭസ്മക്കുറിയുണ്ട്. അത് ശിവൻ്റെയാണ്. വിഷം കുടിച്ചും അമരത നേടിയ ശ്രീ ശിവൻ്റെ കുറി, സ്വാമിനാഥൻ്റെ കുറി. സ്വാമിനാഥ പരിപാലയാശുമാം എന്ന് മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനം നിങ്ങൾ കേട്ട് കാണും. സ്വപ്രകാശ മല്ലീശ ഗുരുഗുഹ ദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാം. ആ സ്വാമിനാഥൻ്റെ കുറി ഈ സ്വാമിനാഥൻ്റെ നെറ്റിയിലുണ്ട്. നെറ്റിയിലുള്ള കുറിയാണേ സത്യം. സ്വാമിനാഥൻ്റെയും സ്വാമിനാഥനെ പോലുള്ള ജഡ്ജിമാരുടെയും കാലം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികൾ, ഭാരതവിരുദ്ധ ശക്തികൾ, ഹിന്ദു വിരുദ്ധ ശക്തികൾ കരുതിയിരിക്കുക. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. വരുന്നിടത്ത് വെച്ച് കാണാം. താങ്ക് യു.